നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. അവക്കാഡോ എഗ് സാൻഡ്വിച്ചാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ റംസാൻ്റെ നോമ്പ് കാലമാണ്. ആ സമയത്തൊക്കെ ഇതൊരു നോമ്പുതുറ വിഭവമായിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. അതുകൂടാതെ ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ആവാം, ലഞ്ച് വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഈവൻ ഡിന്നറിന് വരെ വളരെ ലൈറ്റായിട്ടും ഹെൽത്തി ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണിത്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ. 60% ഫാറ്റ് ആണെങ്കിൽ അത് മോണോസാച്ചുറേറ്റഡ് ഫാറ്റാണ്. അത് നമ്മുടെ ഹാർട്ടിനും നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ കുറയ്ക്കാൻ ഒരുപാട് നല്ലതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും പരിഗണിക്കണം. അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ തരാനും മടി കാണിക്കരുത്. ഇനി സാൻഡ്വിച്ചിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. മെയിനായിട്ട് നമുക്ക് വേണ്ടത് അവക്കാഡോ തന്നെയാണ്. അത് മീഡിയം ലെവലിൽ പഴുത്തത് മതി. ഒരെണ്ണം മാത്രമേ ഞാനിന്ന് യൂസ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് പഴുത്തു പോയാൽ കൊള്ളില്ല. പിന്നീട് ഒരു നാരങ്ങയുടെ പകുതി അതിൻ്റെ നീര് നമുക്ക് എടുക്കണം. പിന്നീട് പെപ്പർ പൗഡർ, കുറച്ച് ഉപ്പ്, ഒരു ബോയിൽഡ് എഗ്ഗാണ് നമുക്ക് വേണ്ടത്. ഇത് ബട്ടറാണ്. ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഒരു സ്പൂൺ ബട്ടർ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് ബ്രെഡാണ്. ഞാനിന്നിപ്പോൾ ഇവിടെ ബ്രൗൺ ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോർമൽ ബ്രെഡും യൂസ് ചെയ്യാം. നമുക്ക് ബ്രെഡിൻ്റെ 4 ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് അവക്കാഡോ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 പീസായിട്ട് വേഗം അവക്കാഡോ കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഫ്ലഷൊക്കെ നമുക്ക് പെട്ടെന്ന് സ്കൂപ്പ് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്തുള്ള സീഡ് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഒന്ന് കുത്തിയാൽ മതി, അത് പെട്ടെന്ന് അങ്ങ് പൊക്കോളും. നമുക്ക് ആ സ്കൂപ്പ് ഔട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കൊരു നൈഫ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ 1-2 കട്ട്സ് കൊടുക്കാം. അപ്പോൾ വേഗത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ അകത്തുള്ള ഫ്ലഷ് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. വേഗം തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ എടുക്കാം. ഇനി നമുക്ക് അവക്കാഡോയുടെ അകത്തുള്ള ഫ്ലഷൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് എടുത്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ടാണ് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഏകദേശം ആ ഒരു ഫുൾ അവക്കാഡോയിലുള്ള മാംസളമായ ഭാഗം മുഴുവൻ ഞാനിപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഉപ്പൊക്കെ നമ്മളിതെല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്നുകൂടെ നോക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് കുറച്ച് പെപ്പർ പൗഡറാണ്. ഒരുപാടൊന്നും ആവശ്യമില്ല, ഒരു 1/4 ടീസ്പൂൺ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ പെപ്പർ പൗഡറും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന നാരങ്ങയിലുള്ള നാരങ്ങ നീരും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുട്ടയാണ്. ഞാനത് നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ട് എൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് വെച്ചതാണ്. ഇപ്പം ഞാൻ ചേർക്കുന്നത് ഒരു എഗ്ഗാണ്. 2 എഗ്ഗ് ചേർത്താൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഒരു പേസ്റ്റ് പരുവമാകുന്നിടം വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ പേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ സാൻഡ്വിച്ച് മേക്ക് ചെയ്ത് തുടങ്ങാം. ഞാനൊരു ഗ്രിൽ പാൻ ഇപ്പം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചെറുതായി ഒന്ന് ടോസ്റ്റ് ചെയ്യാൻ. അതിൻ്റെ അകത്തൊരു വരയൊക്കെ വീഴാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ ഏറ്റവും ഈസിയാണ്, പെട്ടെന്ന് തന്നെ അതായി വരും. കുറച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന അവക്കാഡോ എഗ്ഗിൻ്റെ മിക്സ്ചർ എടുത്തിട്ട് നമ്മൾ ഒരു ബ്രെഡിലേക്ക് ആവശ്യത്തിനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിനൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മറ്റൊരു ബ്രെഡ് വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്താണ് നമ്മളൊരല്പം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മളിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് നല്ലൊരു ടേസ്റ്റും നല്ല ഒരു കളറും ഒക്കെ കിട്ടാൻ നമുക്ക് ഇത്തിരി ബട്ടർ ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിത് ചൂടായി കിടക്കുന്ന ആ ഗ്രില്ലിലേക്ക് വെക്കുവാണ്. അതിൻ്റെ മറ്റേ ഭാഗത്തുള്ള ബ്രെഡിലും കൂടെ കുറച്ച് ബട്ടർ ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയാവും. ഇപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് തിരിച്ചിട്ടു, അപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ആ വരയൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡും കൂടി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞൊരു ഗോൾഡൻ കളറാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. നല്ല ഭംഗിയുണ്ടല്ലേ നമ്മുടെ സാൻഡ്വിച്ച് കാണാൻ തന്നെ. അപ്പോൾ ഇത് എടുക്കുക, ഒരു സാൻഡ്വിച്ചിൻ്റെ ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ലൊരു ചൂടോടെ കഴിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒന്ന് ടോസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. പക്ഷേ ചില ആൾക്കാർക്ക് അങ്ങനെ ടോസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ലാത്തവർക്ക് ഇതുപോലെ പ്ലെയിനായിട്ട് തന്നെ നോർമൽ ബ്രെഡിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ അവർക്കിപ്പോൾ ബട്ടർ ഒന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ പ്ലെയിനായിട്ട് ഒരു ബ്രെഡിൽ ഇത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നോർമലായിട്ട് ഒരു ബ്രെഡ് വെച്ചിട്ട് നമുക്കിങ്ങനെ പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. അതല്ല ബട്ടർ ഇല്ലാതെ വേണമെങ്കിൽ നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതല്ല നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. അപ്പം എന്ത് പറഞ്ഞാലും ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പി അല്ലെങ്കിൽ വ്ലോഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.